ബാഹുബലിക്ക് ശേഷം കൊറിയയിൽ റിലീസ് ചെയ്യുന്ന സൗത്ത് ഇന്ത്യൻ ചിത്രം ഒരു മലയാള ചിത്രം എന്ന അപൂർവ നേട്ടവുമായി ഉണ്ണിമുകുന്ദൻ നായകനായ മാർക്കോ. അതെ, ആക്ഷനുകൾക്ക് പേരുകെട്ട കൊറിയൻ ഫിലിം ഇൻഡസ്ട്രിയിലേക്കാണ് ഇന്ത്യയുടെ ഏറ്റവും ബ്രൂട്ടൽ ആക്ഷൻ ചിത്രമായ മാർക്കോ എത്താൻ പോകുന്നത്. കൊറിയയിൽ ഏപ്രിലോട് കൂടിയാണ് മാർക്കോയുടെ മൊഴിമാറ്റ ചിത്രം റിലീസ് ചെയ്യാൻ പോകുന്നത്. അതും കൊറിയയിലെ പ്രമുഖ നിർമ്മാണ വിതരണക്കാരായ നൂറി പിക്ചേഴ്സ് ആണ് ചിത്രം വിതരണത്തിനെത്തിക്കുന്നത്. മാർക്കോ എന്ന ചിത്രത്തിലൂടെ ഉണ്ണിമുകുന്ദൻ തന്നെ മലയാളവും കടന്ന് ഹിന്ദിയും കടന്ന് അങ്ങ് പാൻ വേൾഡ് സൂപ്പർ സ്റ്റാർ ആയിട്ട് മാറിയ അവസ്ഥയാണ് ഇപ്പോൾ. മാർക്കോയുടെ കൊറിയൻ ചിത്രത്തിന്റെ റിലീസ് ചിത്രം അനൗൺസ്മെന്റ് ഉണ്ണിമുകുന്ദനും പങ്കുവച്ചിട്ടുണ്ട്. കൂടാതെ മാർക്കോ കൊറിയയിൽ റിലീസ് ചെയ്യുന്നു എന്നുള്ള വാർത്ത അറിഞ്ഞ ഹിന്ദിയിലെ പ്രമുഖ സംവിധായകൻ രാം ഗോപാൽ വർമ്മയും തൻ്റെ എക്സൈറ്റ്മെന്റും തൻ്റെ സന്തോഷവും അദ്ദേഹത്തിൻ്റെ ട്വിറ്റർ പേജിലും പങ്കുവച്ചിട്ടുണ്ട്. ആദ്യമായാണ് ഒരു ദക്ഷിണേന്ത്യൻ ചിത്രം, അതും ഒരു മലയാളം ചിത്രം, മാർക്കോ എന്ന മലയാള ചിത്രം കൊറിയയിലേക്ക് എത്തുന്നത്, കൊറിയയിൽ മൊഴിമാറ്റം ചെയ്തെത്തുന്നത്. എന്തായാലും 100 സ്ക്രീനിലധികം മാർക്കോ കൊറിയയിൽ റിലീസ് ചെയ്യാൻ ഒരുങ്ങുന്നു എന്നാണ് നമുക്കിപ്പോൾ ലഭിക്കുന്ന വിവരം. നൂറി പിക്ചേഴ്സ് ആണ് ചിത്രം കൊറിയയിൽ എത്തിക്കുന്നത്. എന്തായാലും മലയാളത്തിലും ഹിന്ദിയിലും ഇല്ലാത്ത ആ ബ്രൂട്ടൽ ആക്ഷൻ സീക്വൻസുകളും, അതായത് ഇന്ത്യൻ സെൻസർ ബോർഡ് കട്ട് ചെയ്ത ആ ബ്രൂട്ടൽ ആക്ഷൻ സീക്വൻസുകൾ അടക്കം കൊറിയൻ റിലീസിൽ ഉണ്ടാവും എന്ന് തന്നെയാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത്. അത്തരത്തിലുള്ള ബ്രൂട്ടൽ സീൻസുകളിലടക്കം കൊറിയയിലും മാർക്കോ എത്തുമ്പോൾ വേൾഡ് വൈഡ് തരംഗം സൃഷ്ടിക്കും എന്നുള്ള കാര്യത്തിൽ യാതൊരുവിധ സംശയവുമില്ല. ചിത്രം ഇപ്പോൾ 100 കോടിയിലേക്ക് അടുത്തുകൊണ്ടിരിക്കുകയാണ്. ഹിന്ദിയിലും ഇന്ന് റിലീസായ തെലുങ്കിലും പോയിക്കൊണ്ടിരിക്കുകയാണ് കേരളത്തിന് പുറമെ. കൂടാതെ ജനുവരി 3-ാം തീയതി നാളെ തമിഴ് റിലീസും കൂടി എത്തുകയാണ്. എന്തായാലും മാർക്കോ വൈകാതെ തന്നെ 100 കോടി കളക്ട് ചെയ്ത് റേറ്റഡ് ചിത്രം 100 കോടി കളക്ട് ചെയ്യുന്നു എന്നുള്ള അപൂർവ നേട്ടത്തിലേക്ക് മാർക്കോ എത്തും എന്നുള്ള കാര്യത്തിൽ യാതൊരുവിധ സംശയവുമില്ല. ക്യൂസ് എന്റർടൈൻമെന്റിന്റെ ബാനറിൽ ഷെരീഫ് മുഹമ്മദ് നിർമ്മിച്ച് ഹനീഫ് അദീനി സംവിധാനം ചെയ്ത ഈ ചിത്രം മലയാള സിനിമയുടെ നെറേറ്റീവ് തന്നെ മാറ്റിമറിച്ചുകൊണ്ട് മുന്നേറുകയാണ്. 1993 സ്ഥാപിതമായ നൂറി പിക്ചേഴ്സ് ദക്ഷിണ കൊറിയൻ ചലച്ചിത്ര വിതരണ മേഖലയിലെ ഒരു പ്രമുഖ ശക്തിയാണ്. കൊറിയൻ പ്രേക്ഷകർക്ക് ആകർഷകമായ അന്താരാഷ്ട്ര ഹോളിവുഡ് ഉള്ളടക്കം എത്തിക്കുന്നതിൽ എന്നും നൂറി പിക്ചേഴ്സ് മുന്നിലുണ്ടായിരുന്നു. നൂറി പിക്ചേഴ്സ് മാർക്കോയുടെ റിലീസിനനുബന്ധിച്ച് ഇത്തരത്തിലാണ് പറഞ്ഞത്: ഞങ്ങളുടെ ആദ്യ ഇന്ത്യൻ പങ്കാളിത്തമായി മാർക്കോയെ കൊറിയൻ സിനിമാ ലോകത്തേക്ക് സ്വാഗതം ചെയ്യുന്നതിൽ ഞങ്ങൾക്ക് സന്തോഷമുണ്ട്. ലോകോത്തരമാണെന്ന് ഞങ്ങൾ വിശ്വസിക്കുന്ന മാർക്കോയിലെ ആക്ഷൻ രംഗങ്ങൾ ഞങ്ങളെ ആകർഷിച്ചു. ഈ ചിത്രത്തിന് അന്താരാഷ്ട്ര വേദിയിൽ ഒരു ഗെയിം ചേഞ്ചർ ആകാനുള്ള കഴിവുണ്ട്. ലോക സിനിമയിൽ ഈ ധീരമായ പുതിയ ശബ്ദം കൊറിയൻ പ്രേക്ഷകരെ പരിചയപ്പെടുത്തുന്നതിൽ ഞങ്ങൾ സന്തുഷ്ടരാണ്. ഈ ചിത്രം കൊറിയൻ വിപണിയിൽ മികച്ച പ്രകടനം കാഴ്ചവെക്കുമെന്ന് ഞങ്ങൾക്ക് ഉറപ്പുണ്ട്. മാർക്കോയുമായുള്ള പങ്കാളിത്തത്തെക്കുറിച്ച് നൂറി പിക്ചേഴ്സ് സ്ഥാപകനും സിഇഒയുമായ യോങ് ഹോ ലീ പറയുകയായിരുന്നു. എന്തായാലും മാർക്കോ തകർത്തു വാരിക്കൊണ്ടിരിക്കുമ്പോൾ മലയാളത്തിന് അഭിമാനിക്കാൻ ഒട്ടനവധി നേട്ടങ്ങൾ സമ്മാനിച്ചാണ് അതിൻ്റെ യാത്ര തുടരുന്നത്.